ഒന്നാമത്തെ കാര്യം, ഞാൻ എന്താണ് പറഞ്ഞതെന്ന് ഒന്നും കൂടി ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യാം. അല്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ വാചകം, അതായത് മാധ്യമപ്രവർത്തകരായിട്ടുള്ള ആളുകൾ ഒരു രാഷ്ട്രീയ നേതാവ് ഒരു പ്രസ്താവന നടത്തുമ്പോൾ ആ പ്രസ്താവന പൂർണ്ണമായിട്ടും വായിക്കുക, അത് നേരിട്ട് കേൾക്കുക. ഞാൻ സൂചിപ്പിച്ചത് രണ്ട് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഒരു ഇലക്ട്രോണിക് ചാനൽ എൻ്റെ ഇൻ്റർവ്യൂ എടുത്തപ്പോൾ എന്നോട് മുസ്ലിം ലീഗിൻ്റെ ഡിമാൻഡുകളെക്കുറിച്ചൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ആ കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് ഞാനല്ല, അഭിപ്രായം പറയേണ്ടത്, ആ കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് അവർ ആ മുന്നണിക്കകത്താണ്, അല്ലെങ്കിൽ കോൺഗ്രസ്സാണ്, മുഖ്യമന്ത്രിയാണ്. വകുപ്പ് വിഭജനം എന്നുള്ളത് കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിയുടെ പ്രൊറോഗേറ്റീവാണ്. പക്ഷേ ഞാൻ പറഞ്ഞു, കോൺഗ്രസ് തീരുമാനിക്കണം ലീഗിന് കൊടുക്കുന്നത് ആശാസ്യമാണോ എന്ന്. അത് പറയുന്നതിൽ ഇത് രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. അത് തിരിച്ചറിയാൻ നിങ്ങൾക്ക് കഴിയണം. ഞാൻ പറഞ്ഞ സെൻറ്റൻസിൽ നിന്ന് നിങ്ങൾക്ക് വായിച്ച് മനസ്സിലാക്കുക. ഞാൻ പറഞ്ഞത് കൊടുക്കരുത് എന്ന് പറഞ്ഞതായിട്ട് ഞാൻ എവിടെയെങ്കിലും പറഞ്ഞതായിട്ട് കാണണം. ആലോചിക്കണമെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. കോൺഗ്രസിന്റെ ശ്രദ്ധയിൽപ്പെടുത്താൻ എനിക്ക് അധികാരമുണ്ട്. ചോദ്യത്തിന് പല ചോദ്യങ്ങൾക്കും ആ ചോദിച്ച ആളോടാണ് ചോദിക്കേണ്ടത്. എന്നോട് മാധ്യമപ്രവർത്തകൻ ചോദിക്കുന്ന ചോദ്യത്തിന് എൻ്റെ നിലപാട് ഞാൻ പറഞ്ഞു. ഞാൻ പറയട്ടെ, നിങ്ങൾ എന്നോടല്ലേ ചോദിക്കുന്നത്? കെ സുരേന്ദ്രൻ്റെ ചോദ്യത്തിന് അവിടെ ഉണ്ടായിരുന്ന ആ സമയത്തുള്ള മാധ്യമപ്രവർത്തകന് നാവ് ഉണ്ടായിരുന്നല്ലോ. ആ നാവ് ഉപയോഗിച്ചിട്ട് കെ സുരേന്ദ്രനോട് ചോദിക്കാമായിരുന്നു.